ഇവിടെയാണ് പാറേക്കട്ടി പിതാവിൻ്റെ വ്യത്യാസം. അദ്ദേഹം ആശയതലത്തിൽ ഒരു ഡയലോഗ് നടത്താൻ ശ്രമിച്ചു. ആ ഡയലോഗ് നടത്താൻ ശ്രമിച്ച ഏരിയാസിനെ പറ്റിയാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം അടുത്ത കാലത്താണ് സഭയിൽ തിരുത്തപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു വ്യക്തിസഭ, സുയൂരിസ് ചർച്ച്, ഇൻഡിവിജ്വൽ ചർച്ചും പർട്ടിക്കുലർ ചർച്ചും തമ്മിൽ വ്യത്യാസമുണ്ട്. പർട്ടിക്കുലർ ചർച്ച് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാനൻ കോഡിലെ ഒരു രൂപതയ്ക്ക് പറയുന്ന പേരാണ് പർട്ടിക്കുലർ ചർച്ച്. അത് വ്യക്തിസഭകൾക്ക് പറയരുത്. വ്യക്തിസഭകളെ വ്യക്തിസഭ എന്ന് തന്നെ പറയണം, പർട്ടിക്കുലർ പ്രത്യേക സഭകൾ എന്ന് പറയരുത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം അത് ഈ പ്രിപ്പറേറ്ററി കമ്മീഷനിലൊക്കെ പറഞ്ഞെങ്കിലും രണ്ടാം അധികാര സൂചനയിൽ ആർഗ്യൂ ചെയ്തെങ്കിലും പിന്നീട് വന്ന കാനൻ ലോയിൽ ആ വ്യത്യാസം ഒരു വരുത്തിയില്ല. അടുത്ത കാലത്താണ് ആ വ്യത്യാസം വരുത്താൻ ആരംഭിച്ചത്. അതുപോലെ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, റീത്തും സഭയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇല്ലേ, ഞാൻ സീറോ മലബാർ റീത്തിൽപ്പെട്ട ആളല്ല, ഞാൻ സീറോ മലബാർ സഭയിൽപ്പെട്ട ആളാണ്. അപ്പോൾ എന്താണ് റീത്ത് എന്ന് പറയുക, എന്താണ് സഭയെന്ന് പറയുക? സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് സഭയെന്ന് പറയുക. റീത്ത് എന്ന് പറയുന്നത് ആ സഭാ ജീവിതം നയിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന 4 മാധ്യമങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ദൈവശാസ്ത്രം, ലിറ്റർജി, ആത്മീയത, നിയമങ്ങൾ. അത് മാറിക്കൊണ്ടിരിക്കും, റീത്തുകൾ മാറിക്കൊണ്ടിരിക്കും. സഭ ഒന്നേ ഉണ്ടാവും. ഒരേ റീത്തിൽ ഒരേ സഭയിൽ പല റീത്തുകളുണ്ടാകാം. ഇല്ലേ, ലാറ്റിൻ റൈറ്റിൽ അംബ്രോസിയൻ റൈറ്റുണ്ട്, മൊസറാബിക് റൈറ്റുണ്ട്, ടൊളേദോ റൈറ്റുണ്ട്, സ്പാനിഷ് റൈറ്റുണ്ട്, ആഫ്രിക്കൻ റൈറ്റുണ്ട്, രണ്ടാം അധികാരം സുനോന് ശേഷം ഫിലിപ്പീനോ റൈറ്റുണ്ട്. ഒരു സഭയുടെ ഉള്ളിൽ വിവിധ റീത്തുകളുണ്ടാകാം. സീറോ മലബാർ സഭയിലും പല റീത്തുകളുണ്ടാകാം. ജനാഭിമുഖ റീത്ത്, അൾത്താരാഭിമുഖ റീത്ത്, വിരിയിട്ട റീത്ത്, വിരിയില്ലാത്ത റീത്ത്, എന്തെല്ലാം റീത്തുകളുണ്ടാകാം. റീത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസി സമൂഹം തങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്ന രീതിയെയാണ് റീത്ത് എന്ന് പറയുക. അപ്പോൾ ആ കൗൺസിലിന് മുമ്പായിട്ട് പാറേക്കട്ടി പിതാവ് ഇക്കാര്യം പറഞ്ഞു വെച്ചു. പക്ഷേ അത് പിന്നീട് നിയമമായിട്ട് വന്നത് കാനൻ ലോ പ്രസിദ്ധീകരിച്ചപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 18 വർഷത്തിന് ശേഷമാണ് അതൊരു നിയമമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്.